മറ്റു വാർത്തയിലേക്ക്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുൻ അകപ്പെട്ടത്. 150 മീറ്ററോളം നീളത്തിലും 20 മീറ്ററോളം ഉയരത്തിലും മണ്ണ് മൂടിക്കിടക്കുകയാണ്. ഇതിനകത്ത് നിന്ന് വേണം അർജുനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ. ആദ്യ ദിവസം തന്നെ കാര്യക്ഷമമായ അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുൻ ഇപ്പോൾ കോഴിക്കോട്ടെ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു. ചൊവ്വാഴ്ച മുതൽ ഇന്നലെ വരെ എന്തെല്ലാം ശ്രമങ്ങളാണ് അർജുന് വേണ്ടി നടത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ചൊവ്വാഴ്ച രാവിലെ 8:45 കാർവാർ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. വലിയ മലയുടെ 500 അടി ഉയരത്തിലുള്ള ഒരു ഭാഗം മുഴുവൻ നിമിഷ നേരം കൊണ്ട് താഴേക്ക് പതിച്ചു. കേരളത്തിലേക്ക് വരുന്ന റോഡിൽ ഇടതുവശം ചേർത്ത് നിർത്തിയിരുന്ന അർജുന്റെ ലോറിക്ക് മുകളിലേക്ക് മണ്ണ് കൂമ്പാരമായി വീണു. മറ്റു ചില വാഹനങ്ങളും റോഡിനെതിർവശത്ത് ഗംഗാവതി പുഴയോട് ചേർന്നുണ്ടായിരുന്ന ഹോട്ടലും മണ്ണിടിച്ചിലിൽപ്പെട്ടു. വിവരമറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങി. 2 JCBകളെത്തി മണ്ണ് നീക്കി. നമുക്ക് അറ്റ്ലീസ്റ്റ് മുഴുവനൊന്നും എത്തിയില്ലെങ്കിൽ ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസും കാര്യങ്ങളും എത്തിയിട്ട് റഡാർ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനം അങ്ങനെ പല അതും ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാം. പുഴയിൽ നടത്തിയ തിരച്ചിലിൽ 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഹോട്ടൽ നടത്തിയിരുന്ന കുടുംബത്തിലെ 5 പേരും ദുരന്തത്തിൽ മരിച്ചു. ടാങ്കർ ലോറിയുടെ ഡ്രൈവർ, മറ്റൊരു വാഹനത്തിന്റെ ഡ്രൈവർ എന്നിവരുടെ മൃതദേഹവും കണ്ടെടുത്തു. അർജുനെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ ചൊവ്വാഴ്ച വൈകിട്ട് കുടുംബം ചേവായൂർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായെന്ന വിവരമറിഞ്ഞ് കുടുംബം ഷിരൂരിലേക്ക്. ബുധനാഴ്ച അങ്കോള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പോലീസ് FIR ഇടാൻ പോലും തയ്യാറായില്ല. അർജുന്റെ സഹോദരനും ബന്ധുവും ദുരന്ത സ്ഥലത്തെത്തിയപ്പോൾ കണ്ടത് 2 JCBകൾ മാത്രം 5 ആൾ പൊക്കത്തിലുള്ള മണ്ണ് നീക്കുന്നു. കുടുംബം ആവർത്തിച്ചു പറഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ അധികാരികൾ ശ്രമിച്ചില്ല. കോരിച്ചൊരിഞ്ഞു പെയ്ത മഴ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കി. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. വ്യാഴാഴ്ച 2 JCBകൾ കൂടി സ്ഥലത്തെത്തി. അന്ന് വൈകി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിവരം ലഭിക്കുന്നു. ഇടതടവില്ലാതെ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ അധികാരികളുടെ നിസ്സഹകരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഭരണ സംവിധാനങ്ങൾ ഉണർന്നു. വെള്ളിയാഴ്ച രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. പിന്നാലെ മെറ്റൽ ഡിറ്റക്ടറും നേവിയുടെ സ്കൂബ ടീമും ഷിരൂരിലെത്തി. പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ലോറി ഇല്ലെന്ന് സ്ഥിരീകരണം. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തി. 4 JCBകൾ ഇടതുഭാഗത്തും 4 JCBകൾ വലതുഭാഗത്തും നിന്ന് മണ്ണ് നീക്കാൻ തുടങ്ങി. എങ്കിലും മഴ പലപ്പോഴും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി. രാത്രി 8:30 രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ റഡാർ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ലോറിയുടെ കൃത്യമായ സ്ഥലം കണ്ടെത്തി. കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് രക്ഷാപ്രവർത്തനം ഇത്രയധികം വൈകിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.